യുടെ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം നമ്മെ വിടുവിക്കുന്നതാണ്. ആ വെളിപ്പാടുകളാണ് മുന്നോട്ട് കുതിക്കാൻ നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. കഴുകനെ പോലെ ചിറകടിച്ചും പറന്നു കയറും. അവർ നടന്നാൽ ക്ഷീണിക്കത്തില്ല, അവർ ഓടിയാലും അവർ ബലഹീനമാകത്തില്ല. അപ്പോൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും എന്ന് പറഞ്ഞാൽ യൗവനക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ അതുപോലെ ആ കുഞ്ഞ് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അതുപോലെ വിഷയം എന്തെങ്കിലും സാഹചര്യം ഉണ്ട്, കുഞ്ഞുങ്ങൾ എഴുതിട്ട് നടക്കാം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, അവരും വീഴാം, അവരും പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് മേ ബി ഫെയിൽ. പക്ഷേ അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ, ദോസ് ഹു വെയിറ്റ് അപ്പോൺ ദ ലോർഡ് they will renew their strength. യഹോവയെ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ മുഖം അന്വേഷിക്കുന്നവർ, അവൻ്റെ വഴി നടക്കുന്നവർ, അവർ ശക്തിയെ പുതുക്കുമെന്നാണ് പറഞ്ഞു. അപ്പം ശക്തിയെ പുതുക്കുന്ന ശക്തി ഉണ്ട്, ബലഹീനമാകാം. ക്ഷീണിക്കുമ്പോൾ വീണ്ടും സ്ട്രെങ്ത് ചെയ്യുക. നമ്മുടെ മൊബൈൽ അതിന് മറ്റു കുഴപ്പമൊന്നുമില്ല, ആ ചാർജ് കുറയുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യുക, ചാർജ് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ അകത്ത് മനുഷ്യനെ ശക്തിപ്പെടുത്തുക. അതാണ് അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച്, കഴുകന് ഇഷ്ടം എപ്പോഴും ഈ ഇഷ്ടവും, അതായത് കൊടുങ്കാറ്റ് ഇഷ്ടം, അതിലൂടെയാണ് അവൻ പറക്കുന്ന വികാസവേഗ കാറ്റ് അവൻ്റെ ചിറകുകൾക്ക് ശക്തി തരിക. നമ്മളെ കോഴിയും കാക്കയും കൊണ്ടല്ല ദിവസം ഉപമിച്ചിരിക്കുന്നത്. കഴുകനെ പോലെ ചിറകടിച്ച് പറന്നു കയറും. അവർ ഓടും, ക്ഷീണിച്ചു പോകത്തില്ല, അവർ നടക്കും, തളർന്നു പോകത്തില്ല. അകവിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടി ഏലി അവനെ കുറിച്ച്. അകത്തെ മനുഷ്യനെ ദൈവം നമുക്കൊരു ശക്തി തന്നു പുതുക്കണം അനുദിന ജീവിതത്തിൽ. അത് നമുക്ക് ആവശ്യം. ആത്മീയ പോരാട്ടത്തിൽ നമ്മുടെ എണ്ണയുടെ സാന്ദ്രത കുറയാൻ ചാൻസ് ഉണ്ട്. ആത്മീയ പോരാട്ടത്തിൽ ഉദാഹരണം ഓടുന്ന വാഹനങ്ങളുടെ എണ്ണ അത് വീണ്ടും മാറുന്നത് പോലെ ആത്മീയ പോരാട്ടത്തിൽ നാം പുതുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ ഇരിക്കണം, ദൈവജനം ധ്യാനിക്കണം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഓടും എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു മാരത്തോൺ അതല്ല ഉദ്ദേശിക്കുന്നത്. ഓടുമ്പോൾ അവർ തളർന്ന് പറഞ്ഞതിന് കാരണം ആത്മീയ പോരാട്ടത്തിൽ ജീവിത പോർക്കൾ നമ്മൾ മുന്നേറുമ്പോൾ അവിടെ ഒന്നും നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല. അവിടെയെല്ലാം നമ്മൾ കരുത്തരാകും. എങ്ങനെ? ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുക. ലോകം മനുഷ്യർ ബലഹീനമാകാൻ ക്ഷീണപ്പെടാം, പക്ഷെ കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവവചനത്തിനായി പ്രാർത്ഥനയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു. ഒരു വലിയ കാര്യം ദൈവം നിങ്ങളോട് ചെയ്യാൻ പോയത് അനുഗ്രഹമാണിത്. ചെറിയ മറക്കല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.